മലയാളത്തിന്റെ മോഹൻലാലും സംഗീത മാന്ത്രികൻ എ.ആർ. റഹ്മാനും ഒന്നിക്കുന്നു. നമുക്കറിയാം എ.ആർ. റഹ്മാന്റെ ആദ്യത്തെ മലയാള ചിത്രം യോദ്ധയായിരുന്നു. യോദ്ധയിലെ പാട്ടുകളെല്ലാം കിട്ടിലോസ്കി പാട്ടായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇറങ്ങിയ ആടുജീവിതത്തിലെ പാട്ടാണെങ്കിൽ പോലും അത്യാവശ്യം പാട്ടാണ്. പണ്ടത്തെ പ്രതാപം ഇല്ലെങ്കിൽ പോലും എ.ആർ. റഹ്മാൻ തന്നെയാണ്. കാരണം എപ്പോഴും അദ്ദേഹത്തിൽ നിന്നൊരു ഏത് നിമിഷവും ഒരു മെഗാ ഹിറ്റോ അല്ലെങ്കിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സൂപ്പർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നുള്ള ഏകദേശം റൂമേഴ്സ് ആണ്. 99% റൂമേഴ്സ് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എ.ആർ. റഹ്മാൻ ഇപ്പോൾ മലയാളത്തിലായാലും സൗത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാൻ ഓക്കെയാണ് താനും. ഒരു സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും ബോളിവുഡിലോട്ടൊക്കെ അങ്ങ് മാറിയായിരുന്നു. ഇപ്പം അദ്ദേഹം പൂർണ്ണമായിട്ടും സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മലയാളത്തിൽ നിന്നൊക്കെ നല്ല പ്രൊജക്റ്റുകൾ വന്നാൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോഹൻലാലും എ.ആർ. റഹ്മാനും ഒന്നിക്കുമ്പം ആരാണ് ആ പടം സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു 90% ചാൻസ് ബ്ലസ്സിക്കാണ്. കാരണം ബ്ലസ്സിയുടെ ഒരു പടം എന്തായാലും മോഹൻലാൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലസ്സി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പടങ്ങളിൽ ഒന്ന് മോഹൻലാലുമായിട്ടാണ്. അന്നേരം ചാൻസ് കൂടുതൽ ബ്ലസ്സിയായിട്ടൊരു പടം 2026 നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.